കുറച്ച് നാളായിട്ട് ഇപ്പൊ ആക്ടിവിറ്റി നമ്മൾ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരുന്നിട്ട് പോലും സ്ലോട്ടില് വരാൻ വേണ്ടിയിട്ട് അതായത് 25 വാറിനും ആൾക്കാർ നമുക്കിപ്പോ ഭയങ്കര കുറവുണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നാലേ ഇത് ഇതാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു 4-5 പേരെ കൂടെ TV-യിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ്. അതായത് എന്താ പറയാ, അപ്പൊ ഈ 5 പേരെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആരെ ഇനാക്റ്റീവ് ആണോ അവരെ ഞാൻ വീക്ക്ലി മാറ്റി ഇടും. വീക്ക്ലി ഞാൻ മാറ്റി ഇടും. ആരാണ് ഇനാക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ പ്രീ വാർസിന് ഇവിടെ ആള് വരണം. പ്രീ വാറിന് ഇവിടെ ആള് വന്നേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ മാറ്റി ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ. പറ. നമ്മുടെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നമ്മുടെ വില്ലന്ദാസില്ലേ, പുള്ളി ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചിക്കൻ കുനിയായിട്ട് വയ്യാതെ അതൊക്കെ വരുന്നു. ആരും അറിഞ്ഞില്ല, ആള് പോയി. നിനക്കിങ്ങനെ ഓരോരുത്തരെ തല്ലിക്കൊല്ലുമ്പോ എന്ത് സുഖമാണ് കിട്ടണം. പിത്തൽ ചെയ്ത് നീ കൊന്ന് അവിടെ കല്ലറ കെട്ടി നീ. എടാ ഒരു 5 ദിവസത്തോടെ ജോക്കി വന്നില്ലായിരുന്നേ ആ ജോക്കി ആയിരുന്നു ആ കല്ലറയില്. എനിക്കത് ഉറപ്പായിരുന്നു. ഇത് തമാശ അല്ലേ, ഒരു കാര്യമാണ്. അതേടാ. സോ അപ്പൊ ഇനി അപ്പൊ കറന്റ്ലി നമ്മള് ഈ 5 ഇതൊന്ന് പറഞ്ഞെങ്കിലും നമ്മൾ 5 പേരെ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പയ്യെ നമ്മൾ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. സോ ഒരാളെ നമ്മൾ TV-യിലോട്ട് കൊണ്ടുവരുവാണ്. മന്ദര റെഡി അല്ലേ? മന്ദര റെഡി അല്ലേ? So guys, we are welcoming back Ryan to TVA as TVA Ryan itself. Welcome back Ryan. And many happy returns of the day Ryan. And many happy returns of the day. Happy birthday Ryan. Let's go. എന്റെ ബർത്ത്ഡേ ഉണ്ടെന്നാ? ഓ രായന്റെ ബർത്ത്ഡേ ഇത്. ആളവിടെ റിട്ടേൺ. രായ ഹലോ കേക്കോ? കേക്ക തിരിച്ച് നിന്നെ ഈ ഗ്യാങ് ഡ്രസ്സിൽ കാണാൻ പറ്റിയല്ലോ. വാ, വേറെ വെൽക്കം ഒന്നുമില്ല, കേറി വാ. അണ്ണാ എന്ത് പറഞ്ഞായിരുന്നു അണ്ണാ? ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തപ്പോഴോ. ഇല്ല ഞാൻ നിന്റെ അടുത്ത് നിന്നെ വിളിച്ചതാ. അന്ന് എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും ഉണ്ടല്ലോ. വെൽക്കം ബാക്ക് രായ, വെൽക്കം ബാക്ക്. ഒന്നും കൂടി ഇട്. ജോക്കി ഇവിടെ വായുവെ കെട്ടിപ്പിടിക്കണ. അല്ല എനിക്കാരും ഇട്ടാണ് ഞാൻ ഇട്ട് വോയിസ് ബാക്ക്. പിന്നെ അല്ല, ഐ എം ക്രൈങ് ഫോർ റിയൽ. വാട്ട് ദ ഫക്ക്. ലെറ്റ്സ് ഗോ. ഇപ്പൊ ഡയലോഗ് ഒരു ഡാഡി. ഓ എല്ലാവർക്കും ആയി. ഹലോ സംസാരിച്ചോ. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്തിനു പറയണം. ഫോണൊന്ന് കോച്ച് സംസാരിക്കും. എന്താ കാണിക്കില്ല സംസാരിക്കട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇത് എങ്ങനെ മിക്സ് ചെയ്ത് പറയണോ RP രീതി പറയണത് എനിക്ക് അറിഞ്ഞൂടാ. മൊത്തത്തില് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതാണ്. ഞാൻ അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അണ്ണനെ വിളിച്ചു. എനിക്ക് പറയണത് അറിയണ അണ്ണാ അവസണ. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാന് ഈ ഗ്യാങ് എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്ക് വാക്ക് തന്നെ കിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ തിരിച്ച് അണ്ണൻ വിളിക്കുമെന്ന്. കാരണം ഞാൻ അണ്ണനടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ മൊത്തത്തിൽ നിർത്തുവാണ്, ഇനി ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല,
റിയൽ ലൈഫ് ഫോക്കസ് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ കാര്യം പറയാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അണ്ണൻ തിരിച്ചെന്നെ വിളിക്കുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എനിക്കെന്തോ ആ സമയം തൊട്ട് എനിക്ക് തിരിച്ചിവിടെ വരെ എല്ലാരും കാണണം, എല്ലാരും ഇങ്ങനെ ഈ ഡ്രസ് ഇട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അറിഞ്ഞൂടാ, അല്ലെ ഫോർമൽ ആവണല്ല, എനിക്ക് സത്യം പറഞ്ഞ ഇതില്ല, വാക്കുകളില്ല, അതുകൊണ്ടാ മനസ്സിലായ ആ ഒരു അത്ര സന്തോഷം. അത് മാത്രമല്ല, എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടേണ്ട ഏറ്റവും ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇത്. മനസ്സിലായി, എനിക്കത് ഒരിക്കലും മറക്കൂല. ചന്ദ്ര എല്ലായിടത്തും ഒരു സെക്കൻഡ്. അപ്പൊ നമ്മള് അതുകൊണ്ട് നിർത്തുന്നില്ല. വി ആർ വെൽക്കമിങ് ബാക്ക് ഇറ്റാച്ചി ടു TVA as TVA ഇറ്റാച്ചി itself. വെൽക്കം ബാക്ക് ഇറ്റാച്ചി. കേറി വാടാ. വെളിയില ഇറ്റാച്ചി, നിനക്ക് കുറച്ച് നരയൊക്കെ ആയല്ലോ. അന്ന് പ്രായമായിട്ട വാ കേറി വാ. TG ഡിസ്മാരിലായിരുന്നോ? ഹലോ, ഞാൻ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. കുറച്ച് പ്രായമായേ, കുറച്ച് നാള് ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് പഠിത്തിരക്കിലായിരുന്നു. பண்ணிட்டு வா. ஓகேவா? ഓക്കെ வெல்கம்டா, வெல்கம். താങ്ക് യു ഗൈസ്. എടാ, അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ നിനക്ക് കാണാൻ പറ്റാത്തൊരു മുതലാണ് അതായിരിക്കണത് ജോക്കി. നീ കണ്ടിട്ടില്ലല്ലോ ഇവിടെ സിറ്റിയില്? ഇല്ല, ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടൊക്കെ ഉണ്ട്. ആണല്ലേ? അല്ലല്ല, ആ ടൈമില് എക്സ്പ്ലനേഷൻ വേണ്ട. അല്ല ബ്രോ, എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. പറയാൻ സന്തോഷം. ഈ ഒരു തിരിച്ചുവരവിനെ എങ്ങനെ നോക്കി കാണുന്നു? ഈ ഒരു തിരിച്ചുവരവിന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു വലിയൊരു തിരിച്ചുവരവാണ്. അതെ, കംബാക്ക് ഇസ് പേഴ്സണൽ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാരോടും താങ്ക് യു. വേറെന്താ പറയട്ടെ, അത്ര തന്നെ ഉള്ളു. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ല കേട്ടോ. മുട്ടാനല്ലേ പഠിക്കുമല്ലോ. സോറി രണ്ടുപേർക്കും വെൽക്കം ടു TVA. ഇപ്പൊ രണ്ടാമത്തെ വട്ടമാണ് നിങ്ങൾ കേൾക്കുന്നത് അറിയാം. എന്നാലും ഞാൻ പക്ഷേ രായന്റെ അടുത്താണ് OG മെമ്പർ. ഞങ്ങള് ഇവിടുത്തെ ഓരോ ഇവന്റ്സിനും എല്ലാം നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നീ പോയപ്പോ അമ്പത്തൂര് ആയിരുന്നു, അതിന് കുറവുകളൊന്നും വരുത്താതെ അമ്പത്തൂരാണ് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അമ്പത്തൂർ നമ്മൾ വിട്ടുപോയി മരിച്ചു. കഴിഞ്ഞ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മരിച്ചു. നമ്മളെ ഇവന്റിന് വേണ്ടിട്ട് പുതിയൊരു വണ്ടി ഇറക്കുന്നുണ്ട്. നമ്മള് അതിന്റെ ഇവന്റിന് വേണ്ടിട്ട് വാസോട്ടെ പുതിയ വണ്ടി. വാസണ്ണ പറയടാ, അമ്പത്തൂരിന്റെ സ്ലോട്ട് ഒന്ന് ഫില്ല് ചെയ്യണേ. അത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനത് സെറ്റാക്കാം. എന്റെ മോൻ ഫ്രീ ആണ്. അപ്പൊ എന്തെങ്കിലും പറയണ്ടോ ഇനി? ശബ്ദം കേട്ടാലോ? ഇല്ല, ഞാൻ മുകളിൽ മൊത്തം പായലുണ്ട്. ഞാൻ ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞായിരുന്നു, തുടച്ചായിരുന്നു പറഞ്ഞായിരുന്നു. എന്റെ പുറകിലോ? മുകളിലുണ്ടാ, റൂഫിലാണ്. എല്ലാം ക്ലീൻ ആക്കിയാടാ. എന്റെ മോനായിട്ട് പറയില്ല, തങ്കപ്പെട്ട പേന്. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ. നമ്മള് അണ്ണൻ ചോദിച്ചു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലായിടത്തും അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല.
തിരിച്ച് ഞാൻ വീട്ടിലോട്ടല്ല വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ രീതിയിലൊരു ഇഷ്യൂസും ഇല്ല. മനസ്സിലായോ? അതും കൂടി എനിക്ക് അത് അതും കൂടി പറയണം. മനസ്സിലായി? ഈ ഒരു ഇതില് എല്ലായിടത്തും പറഞ്ഞിട്ടാണ് വന്നത് തന്നെ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. അത് ഇവിടെ ഉള്ളവരത്തല്ല, ഓഡിയൻസും എല്ലായിടത്തും കൂടി പറയാൻ ഒരു രീതിയിലാണ് പറഞ്ഞത്, എന്റെ രീതിയിൽ. അപ്പൊ അത്രേ ഉള്ളൂ. സന്തോഷം. തന്നെ പിന്നെ ഇവിടെ ഉള്ളവർ കുറെ ഒരു പുതിയവരാണ്. ബട്ട് എനിക്ക് കുറച്ചുപേരൊക്കെ അറിയാം. പിന്നെ നമുക്ക് എല്ലാവരെയായിട്ട് സംസാരിക്കാം, എല്ലാവരായിട്ട് സംസാരിച്ച് കമ്പനി ആവണം കേട്ടോ. എല്ലാവരും ബാക്കി എനിക്കറിയാം. ഈ ഒരു സാധനം ഓഫ്ലൈനിൽ പറയാതെ ഞാനിത് ഇതായിട്ട് തന്നെ പറയുവാണ് കേട്ടാ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനകത്ത് പല ആൾക്കാർക്കും ലൈക്ക് ഇവരെ വലുതായിട്ട് പരിചയം എന്നല്ല, പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വലുതായിട്ട് അവരുടെ പഴയ കാര്യങ്ങളും ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് പരിചയപ്പെടാനും ഇതിനൊക്കെയുള്ള സമയമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വെച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കുക, ഇതാക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ റിവലറീസ് ഒന്നും ഇല്ല. നമുക്കത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു ഒറ്റ ഫാമിലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് ഒരുപാട് പോകാനുള്ളതാണ് ഇനിയും. അപ്പോൾ അങ്ങനെ പോട്ടെ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം ടു TV ഗൈസ്. ഇല്ല, നിങ്ങളായിട്ട് കൂടുതൽ ഫോർമാലിറ്റി ഒന്നും ഞാൻ വെക്കുന്നില്ല. ഫോർമാലിറ്റി അല്ല. സിനിമക്ക് ബുക്ക് ചെയ്തായിരുന്നു. പോയിട്ടോ ഏതാണോ? ഇന്നലെ ബുക്ക് ചെയ്ത്, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇന്ന. ഓക്കെ ശരി. ഇന്നല്ലേ പടം റിലീസായത്? ഇവ കള്ളം പറയാണോ എന്നോട്? ഇന്നലെ ആയിരുന്നു പടം റിലീസായത്. ഞാൻ ഇനി എന്റെ സൈഡോടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് നമുക്ക് കറന്റ് ഇപ്പൊ ടിവിയില് ഞാൻ നിങ്ങളെ ചുമ്മാ അതൊന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞാണ് 5 പേരെ എടുക്കുന്നതെന്നൊക്കെ. ഇനി നമുക്ക് സ്ലോട്ടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ 2 പേരെ മാറ്റി വീക്ക്ലി മാറ്റിയിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും വരാൻ പോകുള്ള ടിവിയിൽ, ഇനി ആരും ഇല്ല. ഇത്രേ ഉള്ളൂ. ഈ 2 റിക്രൂട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് ആരാന്ന് മനസ്സിലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇവരെ 2 പേരും കംപ്ലീറ്റ്ലി ഇതെല്ലാം നിർത്തി അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മെയിനായിട്ട് അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഇഷ്യൂ ഇല്ലാത്ത ആരെയാണേലും എനിക്ക് പിന്നീട് സംസാരിച്ച് അത് സോർട്ട് ചെയ്യാനും അത് ഇതാക്കി പോകാനോ എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വെളിയിൽ കാണുമ്പോഴാണേലും അകത്ത് കാണുമ്പോഴാണേലും ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാനത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി വേറെ ഇറങ്ങിയ ഒരു മെമ്പേഴ്സിനെ ഞാൻ തിരിച്ചു ടിവിയിലോട്ട് ഇനി എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഭാരത് കുറച്ച് പേര് നിർത്തിപ്പോയി. ബാക്കി എനിക്കിനി കൊണ്ടുവരാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവത്തില്ല. മാമനെ ഇടും. ഞാൻ മാമനെ കൂടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. മാമനെ കൂടെ മാറ്റി ഇടാൻ വേണ്ടിയിട്ടാ. അതായത് ഞാനിപ്പോൾ പറയാം 1 വീക്ക് ഇനാക്റ്റീവ്. ഇപ്പൊ നമ്മളതിനകത്ത് തന്നെ കുറെ പേര് ഇനാക്റ്റീവ് ആണല്ലോ. അപ്പൊ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരമായിട്ട് മാറ്റി ഇടും. ഹലോ ഹലോ അണ്ണൻ കലിപ്പ് മൂഡിലാണോ നല്ല മൂഡിലാണോ? നല്ല മൂഡിലാണ്, സന്തോഷത്തിലാണ്. പറഞ്ഞോ. അണ്ണാ സുഖമാണോ? സുഖമാണ്. ഇതാരാ? ഞാൻ കുറച്ച് മലയാളം പഠിച്ചു ഇപ്പോ. ഇതാരാണ്? ഓ ഭായിജാൻ കിതറേ. ഓ ഭായിജാൻ. ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഓക്കെ അണ്ണാ. ഗൈസ്, ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ നെയിം എടുത്ത് കഴിഞ്ഞതിന് റിപ്ലൈ പറയണില്ല. അതെനിക്ക് ഒരുമിച്ച് സെറ്റായി പോകത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. നിങ്ങൾ വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അതിൽ കുറെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, കുറെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയണത് അതുകൊണ്ടല്ല. അതെനിക്ക് ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ താല്പര്യമില്ല. മെയിനായിട്ട് അതാണ് എനിക്ക് പ്രശ്നം. മനസ്സിലായോ? ആൻഡ് അവർക്കും അവിടെ ഇപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഡയോസ് എല്ലാം നിർത്തി വേറെ ഗ്യാങ്സിൽ നിന്ന് പുതിയ ഗ്യാങ്സിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ട് അവർക്ക് അവിടെ കളിക്കാൻ താല്പര്യം പോകാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി നിർത്തുകയാണെന്ന് പറഞ്ഞത്. മനസ്സിലായ? ആക്ടിങ് എന്തിനു ആക്ട് ചെയ്യണം ബ്രോ? എന്തിനു ആക്ട് ചെയ്യണം? എനിക്ക് അങ്ങനെ ആക്ട് ഒന്നുമില്ല.
അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇവര് വേറെ വേറെ ഗ്യാങ്സിൽ നിന്ന് അവർക്ക് ഇൻവിറ്റേഷൻ വന്നപ്പോൾ അവർക്ക് അവിടെ ഈ പറയുന്ന ഇൻവിറ്റേഷൻ വന്ന പെർട്ടിക്കുലർ ഗ്യാങ്സിൽ കളിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നവർ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താ അതിൻ്റെ ഒരു കാരണം കൂടി കൊണ്ടാണ് അവർ കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ RP നിർത്തി അന്നേരമാണ് ഇവർ സീറോ ഡിലേ എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി പോകാൻ നിന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് TVക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ മേജർ റോളുള്ള ഒരാളാണ് രായൻ. സോ രായനും ഇറ്റാച്ചിയും കുറച്ച് നാളായിട്ട് ഒരുമിച്ചുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ രണ്ടുപേരെയും അങ്ങനത്തെ രീതിയിൽ കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങളിതിനെ എടുക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ അത് സംസാരിച്ച് കഴിഞ്ഞാൽ കഴിച്ച് അത് വേറെ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി താല്പര്യമില്ല. എനിക്ക് എടുക്കാൻ താല്പര്യമുള്ള ആളെയാണ് ഞാൻ എടുത്തത്. എനിക്ക് ഇപ്പം നിങ്ങൾ പറയണത് കേട്ട് എനിക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ TVയിലോട്ട്. എനിക്കത് അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇതായിപ്പോയി. കൈസ് ഈ ടോപ്പിക്ക് വിടാം. ഇനി അതിനോട് മുന്നോട്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ രണ്ടായിട്ട് പോയതും വേറെ ഗ്യാങ് ഉണ്ടായതും ഒക്കെ കൈസ്. അപ്പൊ ചില കാര്യങ്ങൾ ഓരോരുത്തർക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് തിരിച്ചറിയുള്ളൂ. അങ്ങനെ തിരിച്ചറിവ് വന്നു ആലോചിച്ചാൽ മതി. ഡേ ആര് നിന്റെ തന്തയല്ല ആരാ? പിന്നെ നിന്റെ തന്തയാണ് ഇതെല്ലാം ചെയ്തത്. നിനക്ക് സിറ്റി വേറെ ആരുമല്ല, നിന്റെ തന്ത തന്നെയാണ് ഇത് ചെയ്തത്. നിന്റെ തന്ത ഇന്നലെ സിറ്റി തിരിച്ചു വന്നെന്ന് പറഞ്ഞ് പുള്ളി പോയി മദ്യവും കുടിച്ച് ഇവിടെ എല്ലാം വോമിറ്റ് ചെയ്ത് വെച്ചത് നിന്റെ അച്ഛനാണ്. പിന്നെ നിന്റെ അച്ഛൻ വാള വെച്ചത് നീ അല്ലേ ക്ലീൻ ചെയ്യട്ടോ? നീ അവൻ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നീ ക്ലീൻ ചെയ്യണം. നീ ഇപ്പൊ എന്താ സൗണ്ട് വെച്ചേ? ഹലോ, നീ ഇപ്പൊ എന്താ സൗണ്ട് വെച്ചേ? ഹലോ, ഞാൻ കത്തി കേട്ടാ, ഞാൻ കത്തി കൈസ്. അപ്പൊ കേക്കാവോ? വാസുവിനെ ഓ എന്റെ ഇതിനകത്ത് മറ്റേ റീഫ്രഷ് ഒന്നും വന്നിട്ടില്ല കേട്ടാ. പുതിയ ഇതല്ലേ? ഒന്നും ആഡ് ചെയ്തിട്ടില്ല. റീഫ്രഷ് റീഫ്രഷ് സ്കിൻ ആണോ അതപ്പം അല്ലാതെ ചെയ്യണേ? അതോ റീലോഡ് സ്കിൻ? പറയടാ. ഇറങ്ങട്ടാ, രാവിലെ പള്ളി പോണം. പോട്ടെ വേറൊന്നുമില്ല, നമ്മള് ഇതിന് വേണ്ടിട്ട് വിളിച്ചാ. കോഹ്ലിയുടെ ആക്ക് ഇല്ല ബ്രോ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇവിടെ വേറെ പരിപാടി ഒന്നുമില്ല ചോക്കി. നമ്മള് ഇതിന് വേണ്ടിട്ട് എല്ലായിടത്തൊന്ന് പറയാൻ വേണ്ടിട്ടൊക്കെയാണ് വിളിച്ചത്. അണ്ണു എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇന്ന് എന്തെങ്കിലും മീറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?